ഇത് പരശുരാമൻ സ്ഥാപിച്ച 128 മറ്റോ ക്ഷേത്രങ്ങളെ കുറിച്ച് പുരാണത്തിൽ പറയുന്നുണ്ട്. അതിലൊരു ക്ഷേത്രമാണ് ശിവലിംഗ പ്രദക്ഷിണയാണ് ഇവിടെ. പക്ഷെ അതിനുശേഷം ഇവിടുത്തെ നമ്പൂരിമാരെല്ലാം കൂടി പെരുന്തച്ഛനെ കൊണ്ട് സ്ഥാപിച്ച മഹാദേവ ക്ഷേത്രമാണ് അപ്പുറത്തുള്ള വലിയ അമ്പലം. അപ്പൊ അങ്ങോട്ട് പോവാം. അങ്ങനെയാണ് ഉളിയന്നൂർ എന്നുള്ള ഒരു പേര് ഇവിടെ വരാൻ അല്ലേ? നമ്മൾ അന്വേഷിച്ചു പോയ ആളിതാ വരുന്നു. സൂചേട്ടൻ ആരെ വാ ചേട്ടാ. ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. നന്നായി ഏതായാലും വന്നത്. കൈരളിക്കാർ വന്നിട്ടുണ്ട്. ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇറങ്ങാം. അവരങ്ങോട്ട് വരാന്ന് പറഞ്ഞതാ. ഭാഗ്യത്തെ സൂചേട്ടൻ ഇങ്ങോട്ട് വന്നു. മഴയല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കൊട്ടാരത്തിലേക്ക് ഇരിക്കാം. ഈ കൊട്ടാരത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്. നാടകത്തിന്റെ റിഹേഴ്സലുകളുടെ കേന്ദ്രമായിരുന്നു ഇത് ഞങ്ങളുടെ. ഞങ്ങള് പണ്ട് അമേച്വർ നാടകം റിഹേഴ്സൽ എടുത്ത ഒരു സ്ഥല. ഓഹോ, രാത്രിയും പകലും സുജനിധി ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണിത് അല്ലേ? ഞങ്ങള് ആദ്യകാലത്തെ റിഹേഴ്സലുകൾ ഒരുപാട് എന്നെ നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിപ്പിച്ചത് ഇദ്ദേഹമാണ്. ശരി, ഹരിശ്രീ കുറിപ്പിച്ച ആള്. ഒരുപാട് സ്കൂളിലും, അതെ സൂചേട്ടൻ കോളേജിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും ആദ്യകാലം ഇല്ലേ, ആദ്യ അക്ഷരം എഴുതി പഠിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ നാടകം അഭിനയിപ്പിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ അടിയും കൊണ്ടിട്ടുണ്ട്. ശേഖരൻ ഒരു കലാകാരൻ കൂടിയാണ് കേട്ടോ. ഇവിടെ ഉളിയന്നൂരുള്ള മറ്റൊരു കലാകാരൻ. അപ്പോ ചേട്ടാ, അപ്പോഴേ ഈ ശിഷ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ അടിയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞത് പയ്യൻ കൊള്ളാം, അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലായി എനിക്ക്. പിന്നെ അടി കൊണ്ടപ്പോ ഞാൻ ശരിയായി. അടിക്കാൻ ആവശ്യമായിട്ട് അടിച്ചതല്ല, അയാൾക്കുള്ള കഴിവുണ്ട്. ആ കഴിവ് മുഴുവൻ പ്രകടിപ്പിക്കാൻ വേണ്ടി അടിച്ചതാ. എങ്ങനെയാണ് ചേട്ടൻ ഇദ്ദേഹത്തിന് ശിഷ്യനാക്കുന്നത്? ശിഷ്യനാക്കാന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് ഈ കരിവേലി മണപ്പുറം എൻ്റെ പടിഞ്ഞാറ് വശ അവിടെ ഞാൻ നാടകം അഭിനയിക്കാറുണ്ട്. കറുത്ത് വിളിച്ചു. അപ്പോൾ ഇദ്ദേഹം വള്ളിക്കളസമൊക്കെ ഇട്ടിട്ട് നടക്കുന്ന പ്രായമാണ്. ഈ നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേകത. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെയാണ് നാടകത്തിന്റെ ആള്. ഞാൻ അദ്ദേഹത്തെ അറിയുള്ളൂ. എനിക്ക് നാടകത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സൂചിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. വന്നപ്പോൾ എനിക്ക് തോന്നി കൊള്ളാം. ഞാൻ പറഞ്ഞു അത്രയൊന്നും ആയില്ല, അച്ഛനും വലുതാവട്ടെ. അങ്ങനെ കൊച്ചു പിള്ളേരെ സംഘടിപ്പിച്ചിട്ട് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ മേൽനോട്ടത്തിൽ അവരെ ഇങ്ങനെ മത്സരങ്ങൾക്ക് കൊണ്ടുപോയി. അധികമൊന്നും വേണ്ടി വന്നില്ല, മത്സരങ്ങൾക്ക് കൊണ്ടു വന്നില്ല. മുമ്പായിട്ട് അയാൾ വലിയ ക്ലബ്ബിലേക്ക് കയറാൻ അയാൾക്കുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ജീവിതം ഒരു കൊടുങ്കാറ്റാണ് എന്നൊരു നാടകം അഭിനയിക്കാനായിട്ട് പ്രധാന കഥാപാത്രത്തെ പരിശീലിപ്പിച്ചു. ഈ ആദ്യ നാടകം എന്ന് പറഞ്ഞതാണോ? അതാണ് ആദ്യ നാടകം. ഒരാൾ കൂടി കള്ളനായിലാണ് ഈ കഥാപാത്രം. ജീവിത കൊടുങ്കാറ്റിൽ ഇയാളൊരു ചെറിയ വില്ലൻ വേഷത്തിൽ ഞാൻ കൊണ്ടുവരും. നാട്ടുമ്പുറായതുകൊണ്ട് വില്ലൻ വേഷത്തിൽ ഞാനായാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് ഞാൻ പറയാൻ സംഭവം വില്ലൻ വേഷം കളിക്കണേന്റെ ഇല്ല. ഞാൻ നാടകത്തിന് പോണതിന് അപ്പോഴേ യാഥാസ്ഥിതരായ അപ്പനും അമ്മയായിരുന്നു. അതിനോട് വലിയ താല്പര്യമില്ലായിരിക്കാണ്. ആദ്യം തന്നെ ഒരു വില്ലൻ വേഷം കഴിച്ച് അന്നോട് ഈ ഫയൽ ക്ലോസ് ചെയ്ത് കളിയവര്. അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ച് അറിഞ്ഞൂടല്ലോ. തൽക്കാലം ഒരു നല്ലവനൊക്കെ ആയിട്ട് അഭിനയിക്കേണ്ടി അവരുടെ മനസ്സുകൊണ്ട് നാളെ നാടകത്തിന് നീ പൊയ്ക്കോടെ പുത്ര എന്ന് പറഞ്ഞു കിട്ടൂലോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാട്ടെ ഏതായാലും അത് അഭിനയിച്ചില്ല. പക്ഷെ പിൽക്കാലത്ത് വർഗീസ് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ ഒരു നിമിത്തമായിരിക്കും. ഇന്ന് കൂടുതലും വില്ലൻ വേഷങ്ങളാണ്. അതിനുശേഷം എടുത്താണ് ഈ ഒരാൾ കൂടി കള്ളനായി. അതിൽ പ്രധാന കഥാപാത്രമായിരുന്നു വർഗീസ്. വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അതിൻ്റെ എല്ലാം ഇവിടെ ആര് വരണേ, ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. ആര് വരുന്നതിനൊക്കെ മുമ്പ് ക്യാമ്പിലെത്തും. ചിലപ്പോൾ രാത്രി ഒറ്റയ്ക്ക് കൂടെ കിടന്നു, ആരും വന്നില്ല എന്നൊരു, എന്നാലും പരാതിയില്ല. പിന്നെ കഥാപാത്രങ്ങൾ ഇന്ന കഥാപാത്രം വേണമെന്നില്ല. ചിലപ്പോൾ കിളവൻ കഥാപാത്രമായിരിക്കും. അത് മതിയായിരിക്കും. കാരണം വെച്ചാൽ അഭിനയിക്കാൻ കഴിവുള്ളതാണ്. അതായത് പാൻസൊക്കെ ഇട്ട് വരണം, അത് നിർബന്ധങ്ങളൊന്നുമില്ല. ഇപ്പോൾ നെയൽ നാടകം എടുത്തു. അതിൽ ചെറുപ്പക്കാരനായ റഹീമുണ്ടായിട്ട് വയസ്സനായ ബാപ്പ അബൂബക്കറുടെ കഥാപാത്രം അത് അഭിനയിച്ച ആളാണ്. അതുപോലെ കളിമൺ പ്രതിമ, അതിൽ ചെറുപ്പക്കാരൻ്റെ കഥാപാത്രമുണ്ട്.
അയാൾക്ക് അതിനകത്ത് ചാക്കോ എന്നൊരു കിളവനുണ്ട്. ആ കിളവനെ വിധിച്ചാൽ മതി. കാരണം അഭിനയിക്കാൻ ഉള്ള മുഹൂർത്തങ്ങളുള്ള നാടകങ്ങൾ അതായിരുന്നു. അതുകൊണ്ട് ഇന്ന കഥാപാത്രത്തിൽ വേണമെന്നല്ല, അഭിനയിക്കാൻ ശേഷിയുള്ള കഥാപാത്രങ്ങളെ വേണം നിർബന്ധമാണ്. നമ്മുടെ ഈ നാടും വളരെ ഭംഗിയുള്ള സ്ഥലം. മഹാദേവ ക്ഷേത്രം. ശരി. ഇത് പെരുന്തച്ചൻ പറച്ചുപറ്റ പന്തൂരത്തിൽ പെരുന്തച്ചൻ പണിത ക്ഷേത്രമാണത്. അങ്ങനെയാണോ ഈ ഗ്രാമത്തിന് ഈ ഉളിയന്നൂർ? അതെ, ഉളിയന്നൂർ പേര് വരാൻ ഉളിയന്നൂർ പെരുന്തച്ചൻ്റെ ഗ്രാമം ഉളിയന്നൂർ എന്ന് പേര് വരാൻ കാരണം. ഞാനിവിടെ വരാൻ കാരണം ഇങ്ങനെയാണ്, ഇവിടെ തന്നെ നീ വന്ന് താമസിക്കണം, ഈ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പുള്ളി തന്നെ ഇവിടെ സ്ഥലം സെലക്ട് ചെയ്തു. മാത്രമല്ല ഈ ഇവിടെയായിരുന്നു വർഗീസിൻ്റെ ബാല്യകാലങ്ങൾ മുഴുവൻ ഇതിനകത്ത് ചെലവഴിച്ച്. ഈ സ്ഥലവും എൻ്റെ വീടും ഈ പരിസരങ്ങളും വർഗീസുമായിട്ട് എത്ര ബന്ധമുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വർഗീസിൻ്റെ അവിടെ പോയി താമസിക്കണം, ഇങ്ങോട്ട് വരണം, ഇവിടെ നമുക്ക് താമസിക്കാം. അങ്ങനെ നിർബന്ധിച്ചാണ് ഇവിടെ താമസാക്കിയത്. ഇപ്പം ഈ കണ്ട സ്ഥലത്ത് വളരെ സന്തോഷമായി. പറഞ്ഞല്ല, അഭിനയിക്കാൻ നേരത്തെ മുതൽ വാസനയുള്ള ആളാണ്. അയാൾക്ക് കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നാടകത്തിൽ മത്സരങ്ങൾക്ക് പോയാൽ ഏറ്റവും നല്ല നടൻ്റെ അവാർഡുകൾ, നല്ല നാടകങ്ങൾ, ഇതെല്ലാം ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. അന്നേ കഴിവുള്ളവനാ. ഇന്നിപ്പോൾ ഈ ദിക്കിൽ നിലയിലൊക്കെ എത്തിച്ചേർന്നതിൽ ഞാൻ ഈശ്വരനോട് കരുണയുള്ളവനാ. ഇനി ഒരുപാട് വരാനുണ്ട്. നല്ല നല്ല കഥാപാത്രങ്ങൾ ഇപ്പോഴും വർഗീസ് നാടക അഭിനയിക്കുന്ന സമയത്ത് അഭിനയിച്ച കഥാപാത്രങ്ങളൊന്നും വർഗീസ് സിനിമയിലൊന്നും കൊണ്ടുവന്നിട്ടില്ല. പ്രായമൊക്കെ കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മളൊന്നും അത്തരം വേഷം കളിക്കാൻ ഇനി കാസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ തന്നെ ഒരു നമ്പൂരി വേഷം കളിക്കാൻ കിട്ടിയത് എനിക്കറിയില്ല. പല്ലാവൂർ ദേവനാരായണ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്പൂരി വേഷം കളിക്കാൻ ഞാൻ പഠിച്ചത് ഇദ്ദേഹം നമ്പൂരി വേഷം കളിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറെ നമ്പൂരിമാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ കണ്ട് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല പല്ലാവൂർ ദേവനാരായണ വൈദ്യ നമ്പൂരി അഭിനയിക്കാൻ. എന്നാൽ നിങ്ങൾ സംസാരിക്കുക, ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. എല്ലാ ഭാവങ്ങളും ശരി.